5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന കൂടി വന്നപ്പോൾ വീണ്ടും ഗവർണർ ആർലേക്കർ, രാജേന്ദ്ര ആർലേക്കർ വിത്ത് സർക്കാർ, കേരള ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് തമ്മിൽ ശീതസമരം വലിയ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPയും സംഘപരിവാറും RSSും കേന്ദ്രത്തിൽ ഭരിക്കുന്നിടത്തോളം കാലം അവർക്ക് രാഷ്ട്രീയമായ താല്പര്യമുള്ള ആളുകളെ മാത്രം, അല്ലെങ്കിൽ ആനന്ദബോസിനെ പോലെയുള്ള, ഇപ്പോൾ പത്മജവാണുകളുടെ പേര് കേൾക്കുന്നു, അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ചാൽ ബാക്കി അവർക്ക് താല്പര്യമുള്ള സംഘപരിവാറുകാരെയും RSSകാരെയും ഒക്കെ തന്നെ ആയിരിക്കും ഗവർണർമാരാക്കുന്നത്. അതിൽ ഇടതുപക്ഷം അസ്വസ്ഥപ്പെടരുത്. ഇടതുപക്ഷം ആദ്യം തിരിച്ചറിയേണ്ട ഒരു വിഷയം. രണ്ടാമത്, ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ ആ സ്റ്റേറ്റ് ഭരിക്കുന്ന ആളുകളുമായി പരമാവധി സഹകരിച്ചാണ് ഗവർണർമാർ പോകുന്നത്. അങ്ങനെയാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ ചില വിഷയങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഫോട്ടോ വെച്ചു, ഗുരുമൂർത്തിയുടെ യോഗത്തിന് ഫോട്ടോ വെച്ചു, അടുത്ത കേരള സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് ഫോട്ടോ വെച്ചു. ആ ഫോട്ടോ വച്ചപ്പോൾ ഗവൺമെൻറ്റിനെ തല്ലണം, അടിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തല്ല് കൊടുക്കണം, ആ അർത്ഥത്തിലായിരിക്കില്ല. ഭാരതാംബയുടെ ചിത്രം വെച്ചുകൂടെ, നിലവിളക്ക് കൊളുത്തിക്കൂടെ എന്നുള്ളൊരു കാര്യത്തിലാണ് ചെയ്തത്. പക്ഷേ അത് CPI വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം മുറിയിൽ അവസാനം ഗവർണർ നല്ലൊരു തീരുമാനമെടുത്തു. ഈ പബ്ലിക് പരിപാടി, കേരള ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിൽ എന്തായാലും ഇത് ഒഴിവാക്കാം. മറ്റ് രാജ്ഭവൻ വിളിക്കുന്ന രാജ്ഭവൻ്റെ പരിപാടികളുണ്ട്, അതായത് സമ്മേളനം. ഇപ്പോൾ 2 സമ്മേളനം, ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചൊക്കെ ഒരു സമ്മേളനം നടന്നു, ഒരു സെമിനാർ നടന്നതിന് മുമ്പ് ഗുരുമൂർത്തി വന്നിട്ടുള്ള പഹൽഗാം സെമിനാർ, അങ്ങനെ ഒരുപാട് സെമിനാറുകൾ മാസത്തിലും 2 ആഴ്ചയിലൊരിക്കൽ അവർക്ക് റിസോഴ്സ് പേഴ്സൺമാരെയൊക്കെ കിട്ടുന്ന അനുസരിച്ച് അവിടെ ഡിസ്കഷൻസ് നടക്കുകയാണ്. വളരെ പ്രമുഖരായ ആളുകളെ വിളിച്ചുള്ള ക്ലാസ്സും സെമിനാറും ഡിസ്കഷൻസും ഒക്കെ നടക്കുകയാണ്. അത് ഗവർണറുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നടക്കുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാൻസലർ കൂടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇത്തരം അക്കാഡമിക് ഒരു വിഷയങ്ങൾ താല്പര്യം വരും. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ, അതിപ്പോൾ ആരായാലും അവരുടെ മുറിയിൽ, ഇപ്പോൾ ഒരു സ്വകാര്യമായാലും ഗവൺമെൻറ് ആയാലും ഏതൊരു സ്ഥാപനത്തിലും ഒരാളൊരു അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ വയ്ക്കാറുണ്ട്. ഇപ്പോൾ ബസ്സിലൊക്കെ നമ്മൾ എല്ലായിടത്തും വെക്കാറുണ്ട്, സർക്കാരിലും എല്ലായിടത്തും വെക്കാറുണ്ട്, പിന്നെ ഗവൺമെൻറ്റിലും ചെയ്യാറുണ്ട്. അവരുടെ മുറിയിൽ ചിലപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഗുരുനാഥന്മാർ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയമായിട്ടൊക്കെ ബഹുമാനിക്കുന്ന ആളുകളുടെയൊക്കെ ഫോട്ടോയൊക്കെ വെക്കാറുണ്ട്. ചിലരുടെ ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ വെക്കാറുണ്ട്. ചില ഓഫീസുകളിലൊക്കെ ഇരിക്കുന്ന കാണാം. അവരുടെ സ്വകാര്യ മുറിയിലാണ്, അവർ പോകുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകും. അതങ്ങനെയൊക്കെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ സായി ഭക്തന്മാരായ പല ഓഫീസർമാരുടെ റൂമിൽ ചെയ്യുമ്പോൾ സായിയുടെ ഫോട്ടോ, സത്യസായിബാബയുടെ ഫോട്ടോ ഒക്കെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ സെക്രട്ടേറിയറ്റ് പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പോകുമ്പോൾ അവർ എടുത്തുകൊണ്ട് പോകും. അതേസമയം ഒഫീഷ്യലായിട്ട് ഇത് വെച്ചപ്പോഴാണ് ചില പ്രശ്നങ്ങൾ CPMഉം CPIയും ഉയർത്തുന്നത്. പക്ഷേ ഇപ്പോൾ അത് വേറൊരു തലത്തിലേക്ക് വളരുകയാണ്. നമ്മുടെ ഗവർണറുടെ അവിടെ പോയ പിന്നെ നമ്മുടെ പ്രസാദ് മന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി പ്രോട്ടോക്കോൾ തെറ്റിച്ചു എന്നൊരു നിഗമനത്തിലാണ് ഗവർണറുടെ ഓഫീസ് നിൽക്കുന്നത്. അപ്പോൾ ശിവൻകുട്ടി പറയുന്നു, ഗവർണറുടെ ഓഫീസാണ് പ്രോട്ടോക്കോൾ തെറ്റിച്ചത്, ഞങ്ങളല്ല എന്ന് പറയുന്നു. ശരിക്ക് പറഞ്ഞാൽ ഇത് മുഖാമുഖം സംസാരിച്ച് തീരേണ്ട വിഷയമാണ്. ശിവൻകുട്ടിക്ക് നേരെ ഒരു വണ്ടി എടുത്തുകൊണ്ട് വേണം മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൊണ്ട് നേരെ ഗവർണറെ പോയി കാണാം, ഒരു സമയമെടുത്തിട്ട്, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് പോയി കാണാം, അല്ലെങ്കിൽ തിരിച്ചു കാണാം, എന്തോ ആവാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൊളിറ്റിക്കൽ ബഹളത്തിനുള്ള സ്ഥലമല്ല ഗവർണർ പദവിയായാലും മന്ത്രിമാരുടെ പദവിയായാലും. അല്ലാതെ രാഷ്ട്രീയമായ വിവാദങ്ങൾ, തർക്കങ്ങളൊക്കെ നടക്കട്ടെ, പക്ഷേ ഗവർണർ പദവിയുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റുമായിട്ട് പിന്നെ മറ്റ് പാർട്ടിയിൽപ്പെട്ടവർ പോയി എന്നും യുദ്ധം ഉണ്ടാക്കാൻ തുടങ്ങിയ വല്ല നടപ്പുള്ള കാര്യമാണ്? ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ പീരീഡ് കഴിയുന്നതിന് മുമ്പ് വേറൊരു പാർട്ടി, ഇപ്പോൾ ഒരു BJP വെച്ച പ്രസിഡന്റിൻ്റെ പീരീഡ് കഴിയുന്നതിന് മുമ്പ് കോൺഗ്രസ് അധികാരത്തിൽ വന്ന, അല്ലെങ്കിൽ UP അധികാരത്തിൽ വന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് വിചാരിക്കുക, ഒരു സാങ്കല്പികമാണ്. തിരിച്ച് എപ്പോഴെങ്കിലും വന്നു, നമ്മൾ വയ്ക്കാത്ത, അതായത് ഭരിക്കുന്ന പാർട്ടി വയ്ക്കാത്ത ഒരു പ്രസിഡന്റ് വന്നു എന്ന് പറഞ്ഞ് പ്രസിഡന്റോട് ഒന്നും പോട്ടിയായി പോയാൽ ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവർണറുമായി ഒരു ശീതസമരത്തിനോട്ട് ആരും പോകരുത്. തിരിച്ച് ഗവർണറും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്റ്റേറ്റിൽ വന്നു, സ്റ്റേറ്റിൻ്റെ രാഷ്ട്രീയമുണ്ട്, അവിടെ സ്വാഭാവികമായിട്ട് കൃത്യമായി അവർക്ക് രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയവും RSSൻ്റെ രാഷ്ട്രീയവും BJP രാഷ്ട്രീയവും മോരും മുതിരയും പോലെയാണ്, കടലും കടലാടിയും പോലെയാണ്, ഒരു കാരണവശാലും ഒത്തുപോകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ശത്രുക്കളെ പോലെ പോകുന്നവരാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു സമവായം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ വലിയ ശീതസമരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ വേഴ്സസ് സർക്കാർ പോരെന്ന് പറയുന്ന വേറെ തലങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി വന്നിരിക്കുന്ന ഗവർണർമാരായാലും, അതുപോലെ അവരുടെ ഉപദേഷ്ടാക്കളായാലും, അവരുടെ സ്റ്റാഫായാലും, അതുപോലെ തന്നെ ഇപ്പുറത്ത് മന്ത്രിമാരുടെ സ്റ്റാഫായാലും, മന്ത്രിമാരുടെ ഉപദേഷ്ടാക്കളായാലും, എല്ലാവരും നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ട ഒരു കാര്യം, ഇത് ഒരു കോഡിയൽ റിലേഷനിലാണ് എപ്പോഴും പോകേണ്ടത്. നമ്മൾ അല്ലാത്തൊരു റിലേഷനിൽ പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട വലിയ സേവനമാണ് കിട്ടാതെ വരുന്നത്. അവിടെയാണ് വിഷയം. അല്ലാതെ നമ്മളിപ്പോൾ ഗവർണർ പോര് അല്ലെങ്കിൽ മന്ത്രി പോര് നടന്നതുകൊണ്ട് ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിലൊന്നും സംഭവിക്കാനില്ല. പക്ഷേ അവർക്ക് കിട്ടേണ്ടുന്ന ഒരു ബില്ലുകൾ ഒരുപാട് പാസ്സാക്കുക,
സ്വാഭാവികമായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അസംബ്ലി തുടങ്ങുമ്പോൾ ഗവർണറുടെ സാമീപ്യം ഇത് വായിക്കുക, അസംബ്ലി തുടങ്ങുമ്പോൾ ആദ്യത്തെ നയപ്രഖ്യാപനം വായിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗവർണറുടെ റോളെന്ന് പറയുന്നത് ഗവൺമെൻറ്റുമായി ചേർന്ന് പോകലാണ് എന്ന് രണ്ട് കൂട്ടരും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സമവായത്തിലൂടെ പോകുമ്പോഴാണ്, ഇതൊരു പാലമാണ്, നൂൽപ്പാലമാണ്, ആ നൂൽപ്പാലത്തിൻ്റെ അടിയിൽ തിളച്ച എണ്ണയാണ്. രണ്ട് പാർട്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും ആ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കും പോലെയാണ് പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കൈകാര്യം ചെയ്യണം.